ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയത് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ്. അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമെന്ന്. സമീറിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളതാണ് എക്സൈസ് സംഘം അന്വേഷിക്കുന്നത്. സമീറിന്റെ ഫ്ളാറ്റിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ കഞ്ചാവ് ഇടപാടുമായി ഏതെങ്കിലും തരത്തിൽ സമീറിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ് എക്സൈസ് സംഘം പരിശോധിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, സമീർ താഹിറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ചോദ്യം ചെയ്യൽ എപ്പോഴാണ് തുടങ്ങിയത്? എവിടെ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ? രതീഷ്, ഇക്കഴിഞ്ഞ 30-നാണ് സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് നൽകിയത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ഖാലിദ് റഹ്മാൻ അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസ ഈ രണ്ട് സംവിധാനങ്ങളിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതിന് പിന്നാലെയാണ് അത് സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമീർ താഹിറിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമീർ താഹിറിനെ അല്പം മുമ്പ് എക്സൈസ് സംഘം ഈ എക്സൈസ് ഓഫീസിൽ വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ 30-നാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നത്. ഒരാഴ്ചക്കകം ഹാജരാകണമെന്നാണ് പറഞ്ഞിരുന്നത്. അല്പം മുമ്പ് അഭിഭാഷകനും എത്തിയാണ് സമീർ താഹിർ ഇവിടെ ഇപ്പോൾ എക്സൈസിൻ്റെ ഓഫീസിൽ ഹാജരായിരിക്കുന്നതിൽ പ്രധാനമായിട്ടും ഈ രണ്ട് സംവിധായകരെ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും പിടികൂടിയത് ഈ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ്. ഇവർ നിരന്തരമായി ഇവിടെ എത്താറുണ്ട്. നേരത്തെ തന്നെ ഈ എക്സൈസിൻ്റെയും മറ്റുമൊക്കെ നിരീക്ഷണത്തിലുള്ള ഒരു ഫ്ളാറ്റ് കൂടിയാണ് ഇവിടം. ഇവർ നേരത്തെയും ഒക്കെ ഇവിടെ എത്തി പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ സമീർ താഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിനും മറ്റും വേണ്ടിയിട്ടാണ് എക്സൈസ് ഇപ്പോൾ സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനും മറ്റുമൊക്കെ തൻ്റെ അറിവോടുകൂടിയാണ് ഫ്ളാറ്റ് വിട്ടുകൊടുത്തത് എങ്കിൽ NDPS ആക്ട് പ്രകാരം സ്വാഭാവികമായിട്ടും സമീർ താഹിറും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടും. ഇത് ഈ നിലവിൽ എക്സൈസിൻ്റെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതനുസരിച്ച് ആയിരിക്കും ആ കാര്യങ്ങളിലേക്കൊക്കെ എക്സൈസ് കിടക്കുക. ഏതായാലും നിലവിലിപ്പോൾ അല്പം മുമ്പാണ് സമീർ താഹിറും അഭിഭാഷകരും ഒപ്പം എത്തി ഇവിടെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നത്.